ഇന്നെന്താ പുറത്തുനിന്ന് ഗുഡ് മോർണിംഗ്? അത് മാത്രല്ല, അന്ന് നമ്മള് ലേറ്റാ. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി. എന്നിട്ട് കറക്റ്റ് 7:30 ആവുമ്പോഴപ്പോ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളൊരു 6:30 ഒക്കെ ആവുമ്പോ പുറത്ത് കൊണ്ടുവരാറുണ്ട്. റൂഫി വെയിറ്റ്. ഇന്നിപ്പോ 7:30 ആയി. വെൽക്കം ബാക്ക് ടു ഡേ 9 of 100. സോ നമ്മളുടെ ജേർണി അടിപൊളിയായിട്ട് പോയിട്ടിരിക്കുന്നുണ്ട്. എന്റെ മോൾ അവിടെ അടിപൊളിയായിട്ട് എവിടെ പോയിട്ടുണ്ട്. മമ്മോ അല്ല റൂഫി, റൂഫി പക്ഷെ ഇന്നത്തെ ഒരു ലക്ക് എന്താന്നറിയോ? ഇന്ന് 7:30 ആണെങ്കിലും വെയിലില്ല. എന്താന്ന് വെച്ചാ നല്ല മഴക്കാറാ. കണ്ടാ, നല്ല മഴക്കാറുണ്ട്. ആദ്യം ഞങ്ങൾ കാർ ചാവിയൊക്കെ എടുത്തിട്ട് ഇറങ്ങി. നമുക്ക് കാർ എടുത്തിട്ട് അവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് അങ്ങനെ നടക്കാം. കാരണം പെട്ടെന്ന് മഴ പെയ്തല്ലേ പിള്ളേര് ഫുള്ള് നനയുവേ. ഞങ്ങള് നനയണേന്റെ പ്രശ്നമില്ലേ. നോ 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 മണ്ണാക്കല്ലേ. അപ്പൊ ഞങ്ങള് നനയണേന്റെ എല്ലാ പ്രശ്നവും, പിള്ളേര് നനയൂലേന്ന് പറഞ്ഞിട്ട്. പക്ഷെ നോക്കാം, കുറച്ച് മഴ പെയ്യണം. വണ്ടി വരുന്നുണ്ടല്ലോ, പിടിച്ചോ പിടിച്ചോ. ഇന്ന് നല്ല മഴക്കാറാണ്. മുമ്മ വാ. അത് ചിച്ചി. ഇന്ന് നല്ല മഴക്കാറായതുകൊണ്ട് സൺറൈസ് ഒന്നും കാണാൻ പറ്റില്ല. കുറെ നേരം മൊമ്മോനെ ഫ്രീ ആയിട്ട് വിട്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ ലേറ്റ് ആയിട്ടല്ലേ വന്നത്, അതുകൊണ്ട് കുറെ വണ്ടികൾ വരുന്നുണ്ട്. അപ്പോ അവൾ ഓടിയിട്ടേ ഇരിക്കുക, സേഫ് അല്ല. അതുകൊണ്ട് അവളെ ലീഷിലിട്ട്. ഓക്കെ, ഇനി വീട്ടിൽ പോട്ടെ. അവരുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. 3 പേര് 1, 2 എല്ലാം സക്സസ്. ഇന്നലെ കാണിച്ച പോലെ ഉലുവന്റെ വെള്ളം, ഫെനുഗ്രീക്ക് വാട്ടർ രാവിലെ. സാധാരണ രാവിലെ ഞാൻ ഇവിടെ ഫുൾ വോളിയത്തില് നല്ല മലയാളം തമിഴ് പാട്ടൊക്കെ വെച്ചിട്ടാ ഇരിക്കാറ്. ഇപ്പൊ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പക്ഷെ താഴത്തെ ഫ്ലോറിൽ നല്ല പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ കറണ്ട് വേസ്റ്റ് ആകും, നമുക്ക് അത് ആസ്വദിച്ചിട്ട് ഇവിടെ ഇരിക്കാം. നിങ്ങൾ കുറച്ച് BTS കണ്ടു നോക്ക്. ഇത് രാവിലെ ഒരു 8:30 ആവുമ്പോൾ ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ പോയി ആംഫി തിയേറ്ററിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണതാണ് കേട്ടോ. ഞങ്ങളാകെ ഒരേ ഒരു പ്രാവശ്യമാണ് ഞങ്ങൾ ഒന്നിച്ച് ഒരു രാത്രി വെറുതെ സ്റ്റെപ്സൊക്കെ ഒന്ന് നോക്കിയത്. ഫുൾ കളിച്ചൊന്നുമില്ല, സ്റ്റെപ്സ് മാത്രം ഒരു പ്രാവശ്യം നോക്കി. എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. പാവം എല്ലാം എന്നെ പഠിപ്പിച്ച് തന്ന് കളിപ്പിച്ചെടുത്തത് ഇവളാണ് കേട്ടോ. അപ്പം നിങ്ങൾ കുറച്ച് നേരം BTS കണ്ടിട്ട് പോയോ. ഇത് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അധികം വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ റീൽസ് ഞങ്ങൾ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷോർട്സ് ആയിട്ട് യൂട്യൂബിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ റീലായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. അവൾക്ക് നന്നായി ഡാൻസൊക്കെ അറിയാം. അവൾക്ക് പ്രാക്ടീസിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. എനിക്കൊന്നുമേ അറിയില്ല, എനിക്ക് അവൾ പഠിപ്പിച്ചു തന്നതാണ്. പക്ഷേ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഇവിടെ കിട്ടിയതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമായിരുന്നു ഡാൻസിങ്. അത് ചെയ്യാൻ പറ്റി. പിന്നെ കഴിഞ്ഞ വർഷം ഇവിടെ നമ്മൾ ഓണപ്പരിപാടിക്ക് തിരുവാതിര, സിനിമാറ്റിക്ക്. അപ്പോൾ എൻ്റെ ഗുരുക്കളെയെല്ലാം ഞാൻ സ്മരിക്കുന്നു. അവരെല്ലാവരും കൂടെ പഠിപ്പിച്ച് തന്നുകൊണ്ടാണ് എനിക്ക് ആ കോൺഫിഡൻസ് വന്നതും പിന്നെ എനിക്കും ഇതൊക്കെ കുറച്ചെങ്കിലും പറ്റും എന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 8:30 to 10 o'clock ഐ തിങ്ക്. 8:30 to 10 ഉള്ളിലാണ് ഇതെടുത്തത്. അതെന്തായി? അത് പുറത്തെടുത്ത് വെക്കാം, ഉച്ചക്ക് ഉണ്ടാക്കാം. അപ്പൊ നാളെ രാവിലെ ഓംലെറ്റ് ഉണ്ടാക്കാം. മഷ്റൂം വായോ, കഴിക്കാൻ പോയോ? ഹലോ. സോ നമ്മള് നമ്മുടെ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ടയേർഡായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊരു സ്മാർട്ട് വർക്ക് ചെയ്തു. ഇന്ന് റീൽസ് ഷൂട്ട് ചെയ്യുന്ന ഇന്നലെ അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മനഃപൂർവ്വം ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കിയത്. കാരണം വന്നിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല, നമ്മള് ഫുൾ ടയർഡ് ആവും. ഇന്ന് വർക്ക്ഔട്ടിന്റെ ആവശ്യമില്ല. ഇന്ന് നമ്മൾ ജിമ്മിൽ പോയില്ല. ഇന്ന് നമ്മൾ ഷൂട്ടായിരുന്നു. കാരണം എന്റെ ഫ്രണ്ട് നാട്ടിൽ പോവായിരുന്നു. അപ്പൊ പോണതിന്റെ മുന്നേ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളൊരു
3 ആഴ്ചയായിട്ട് നീക്കിയിട്ട് അവസാനം ഇന്നെടുത്തു. അപ്പൊ ഇപ്പൊ നല്ല വിശപ്പുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കിയത്. സുഗിന്റെ അവിടെ ഉണ്ട്, സുഗി വന്നിട്ടില്ല, എനിക്ക് വിശക്കുണ്ട്. ഐ ടോൾഡ് യു റൈറ്റ്, ബ്ലൂബെറീസ് ഇട്ട് കഴിഞ്ഞാല് ഭയങ്കര ടേസ്റ്റാ, ഒരു വേറെ ഫ്ലേവറാ. ഈ കോമ്പിനേഷൻ ഇല്ലേ, മാംഗോ, ആപ്പിൾ, ബ്ലൂബെറീസ് വിത്ത് ഓവർനൈറ്റ് ഓട്സ്. ബേബി നീ താഴെ ഇരിക്കും പറഞ്ഞ് അപ്പളാ ആംഗിൾ ശരിയാവുള്ളൂ. ഉച്ചയ്ക്ക് ക്ലോസ് ആയിട്ട് പോവാം. കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കും, ബിസ്ക്കറ്റ്. അവർ നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇരുന്നു. ജോറോന് എപ്പോഴും ലാസ്റ്റ് കൊടുക്കും. ഉറങ്ങി എണീച്ചിട്ടില്ലേ, വാക്കിംഗ് പോയി കഴിഞ്ഞ് വന്ന് മുഖമൊക്കെ ഇങ്ങനെ വീങ്ങിരിക്കുക. കാരണം നമ്മൾ ഉറങ്ങി എണീറ്റ ഒരു പഫിനെസ് ഉണ്ടാവുമല്ലോ, കണ്ണൊക്കെ ഇങ്ങനെ ചെറുതായിട്ട്. പിന്നെ മസ്കാരൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അവളും അതന്നെ പറഞ്ഞത്, അയ്യോ ഉറക്കത്തിലുണ്ട്. പക്ഷെ ഈവനിങ് നടക്കില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഈവനിങ് പ്ലാൻ ചെയ്യാം. ഈവനിങ് നടക്കുന്നില്ല. ഒന്ന് ഒരു 3 പേരിന് വാക്കിംഗ് കൊണ്ടുപോകണം. ശുദ്ധി ഉറങ്ങി എനിക്ക് 5 മണിക്കാണ്. പിന്നെ 5:30-6 മണിയാകുമ്പോൾ ലൈറ്റ് പോകും, നാച്ചുറൽ ലൈറ്റ് ഉണ്ടാവില്ല. പിന്നെ എനിക്ക് 1 അവർ ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ നല്ല വർക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങളിന്ന് രാവിലെ ചെയ്യാൻ പ്ലാൻ ചെയ്ത്. പിന്നെ രാവിലെ ആകുമ്പോൾ ഓഡിയൻസ് കുറയുമല്ലോ, ഇവിടെ എല്ലാരും ജോലിക്ക് പോയിണ്ടാവും, കുട്ടികളൊക്കെ സ്കൂളിൽ പോയിണ്ടാവും. ഇന്നത്തെ ലഞ്ച് എന്താന്ന് വെച്ചാൽ, ഇന്നലത്തെ കുറച്ച് പുട്ടുപൊടിയും തേങ്ങയും ഉണ്ടായിരുന്നു. ഒരു ഹാഫ് കുറ്റി പുട്ടുണ്ടാക്കി, കടലക്കറി, കുക്കുംബർ ആൻഡ് ഫിഷ് ഫ്രൈ. ഫിഷ് കറി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, നടന്നില്ല. പിന്നെ സുഗിക്ക് പുട്ട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തിരിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കണം. അവന് ചോറ് ഇഷ്ടം, സോ അവന് ചോറ് കൊടുക്കാം. ഓക്കെ, ഞാൻ കഴിക്കട്ടെ. ഇപ്പോൾ സമയം ഇന്ന് നേരത്തെയാണല്ലോ. ഇപ്പോൾ സമയം എവിടെ? ഇന്ന് 3:30 ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 4:30 കഴിക്കാറുള്ളു അല്ലേ? അല്ല മമ്മ, അല്ലെങ്കിൽ മമ്മി 4:30 കഴിക്കാറ്. കഴിക്കട്ടെ ട്ടാ. റൂഫി, എടി പെണ്ണ്, റൂഫി എണീക്ക് അവിടുന്ന്. ഇന്നും മഴക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങള് സേഫ്റ്റിക്ക് വേണ്ടി കാർ എടുത്തിട്ട് വന്നു. കാരണം ലാസ്റ്റ് ഡേ ഞങ്ങൾ കഷ്ടി നനഞ്ഞില്ല പറഞ്ഞ് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് നമ്മള് കാർ എടുത്തിട്ടേ വന്നു. അപ്പൊ കാർ ഇവിടെ നിർത്തിയിട്ടിട്ട് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. ഇന്ന് എന്താ വെച്ചാ, ഇന്ന് വെനസ്ഡേ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇന്നത്തെ വർക്ക് കഴിഞ്ഞാൽ സുഖിക്ക് ഇനി മൺഡേ ഉള്ളൂ വർക്ക്. 4 ദിവസം ലീവാ സുഖിക്ക്. എവിടെ പോകാൻ പറ്റില്ല, ഞങ്ങളെ വീട്ടില് 3 കുഞ്ഞുങ്ങളല്ലേ, എങ്ങും പോകാൻ പറ്റില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിൽ സുഖി പ്ലാൻ ചെയ്ത് സുഖി സോളോ എവിടെങ്കിലും പോകും, ഒന്നുമില്ലെങ്കിൽ നാട്ടിലെങ്കിലും പോയിട്ട് വരാം 4 ദിവസത്തിന് എന്നൊക്കെ. പക്ഷെ ഇവര് 3 പേരുള്ളതുകൊണ്ട് എന്നെ കൊണ്ട് ഒറ്റക്ക് നോക്കാൻ പറ്റില്ല, വർക്കും ഇവരെ 3 പേരുടെയും കൂടെ. അതുകൊണ്ട് സുഖി എവിടെയും പോണില്ല. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഫുൾ ചില്ലിങ്. സുഖിയാണ് ഇനി എന്റെ വീട്ടിലെ മോഹവല്ലി. എന്നും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ചെയ്ത്
എന്നെ ഇങ്ങനെ എന്നെ മക്കളെ സുഖമായിട്ട് നോക്കും. മോഹവല്ലി എന്താണ് മോഹവല്ലി ആയിരുന്നാലും നീയേ പിന്നെ പോകുമ്പോ 3 മക്കളെയും കൂടെ കൊണ്ടുപോയിക്കോളുണ്ട്. അവൻ പറയണ് അവൻ രാവിലെ പോയാല് രാത്രി വരുള്ളൂ അത്ര വീട്ടില്. അപ്പൊ പോകുമ്പോ നിന്റെ 3 മക്കളില്ലേ അവര് പിടുങ്ങുകള്. ഇന്ന് ഞാൻ ചായ കുടിക്കാൻ ഗ്രീൻ ടീ ഉണ്ടാക്കി. പിന്നെ എനിക്കിന്ന് സ്നാക്സ് ആയിട്ടുള്ളത് നമ്മുടെ മഞ്ചൂർ മിക്സ്ചറാണിത്. ഗാർലിക് മിക്സ്ചർ ഫ്രം ഊട്ടി മഞ്ചൂർ. നല്ല യമ്മിയാണ്. നമ്മളെ ഫ്രണ്ട്സൊക്കെ വേണം പറഞ്ഞിട്ട് നമ്മൾ അവർക്കൊക്കെ 1 kg ഒക്കെ വെച്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ഇപ്പോൾ UK ടൈമാട്ടോ എൻ്റെ കയ്യിൽ 218. ഇന്ത്യൻ ടൈം എത്രയായി? ഇന്ത്യൻ ടൈം 7 മണി ആവാറായി. ഓക്കെ, ചായ കുടിക്കണം, പാരലലി വർക്ക് ചെയ്യണം, പാരലലി എനിക്ക് എൻ്റെ ക്ലീനിങ് ലീഡിങ് കാണണം. ഓക്കെ, അങ്ങനെ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തു. സോറോ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, റൂഫിയും മൊമോയും ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. കഴിച്ചു, കഴിക്ക് നല്ല കുട്ടിയായിട്ട്. സുഗി കഴിക്കാൻ പോണു. സുഗി എന്തൊക്കെയാ കഴിക്കുന്നുണ്ട്? ചോറ്, കടലക്കറി, ഫ്രൈ, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചോറില് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നിനക്ക് പുട്ട് ഇഷ്ടമല്ല അല്ലേ? ചോറ് ഡോറ് തുറന്നു വെക്കാനേ പറ്റുണ്ടായില്ല. മോമോ പുറത്തേക്ക് ഓടിയിട്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഡോറ് തുറന്നു വെക്കാൻ വേണ്ടി നമ്മൾ ഈ ഗ്രില്ല് ഒരു ഫ്രണ്ടിന് കൊടുത്തേക്കായിരുന്നു. അപ്പോൾ അത് തിരിച്ചെടുത്തിട്ട് വന്നു കുറച്ച് നേരത്തേക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഫ്രണ്ടിന് ഒരു പപ്പി വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസം നമുക്ക് വേണം പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നതാണ്. സോ നമുക്ക് ഡോറ് തുറന്ന് വെക്കാം, ഇല്ലെങ്കിൽ മൊമോ ഓടിയിട്ട് നമ്മൾ എല്ലാ ബ്ലോക്കിലും പോയി അവളെ തിരയണം. ഇപ്പത് റൂഫി നോക്കി കിടക്കുക. അയ്യോ, ഡോർ ഓപ്പൺ. മൊമോ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്, പുറത്ത് പോണ്ടേ? ഓടാൻ തോന്നുന്നുണ്ടാ മൊമോ? ഓടാൻ തോന്നുന്നുണ്ടാ മോംഷിക്ക് പുറത്തേക്ക് ഓടാൻ തോന്നുന്നുണ്ടാ? എങ്ങനെ പുറത്തേക്ക് പോകും? നമ്മള് സക്സസ്ഫുള്ളി അവളെ കറക്റ്റ് ടൈമിൽ പുറത്തു കൊണ്ടുവന്നു. അതുകൊണ്ട് അവൾ പുറത്ത് മൂത്രമൊഴിച്ചു. സക്സസ്, മിഷൻ സക്സസ്. മമ്മോ, ഇനി നമുക്ക് പോവാ. എന്താ പൊന്നെ മണക്കണ്? പോവാ. ഇനി നമുക്ക് ബിൽഡിങ്ങിന്റെ അവിടെ ഒരു റൗണ്ട് അടിക്കാം. പോവാട്ടാ. കൊക്കോ, 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 ഹായ് കൊക്കോ ബേബി. നോ ബൈറ്റിംഗ്, നോ ബൈറ്റിംഗ്. ദേഷ്യം വന്ന് നോ 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 പറയുന്ന ഇഷ്ടമല്ലേ അല്ലേ? നോ നോ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇത് നിന്റെ രോഗി, നിന്റെ റൂഹി വന്ന് ആന്റിന്റെ യൂട്യൂബ് ചാനൽ. ശരി, ഇന്ന് നിങ്ങളൊക്കെ വരട്ടെ. ഇല്ല, ഇവിടെ പിടിക്കാൻ പറ്റില്ല.
ഇതൊന്നും വേണ്ട. അതിനോട് പേടിച്ച അതിനോടൊന്ന് മുന്നോട്ട് വെച്ചാൽ മതി. അതിന്റെ പേടി, അതിന് നമ്മുടെ പേടി സെൻസായി അതിന്റെ ധൈര്യം കൂടും. ഇവിടെ ഒരാൾക്ക് ഭയങ്കര പേടിയാണ്, മൊമോന് പപ്പിന് പേടി. പതുക്കെ പതുക്കെ പോണുണ്ട് കേട്ടോ സുഖി. മേലെ കയറ്റി നോക്ക്. അല്ല, ഒന്നിച്ചുള്ള ഒരു വീഡിയോ കിട്ടും. അതാ എല്ലാരും കൂടെ ഓടണം. റൂഫി ബ്രൗൺ അല്ലേ കൂടുതൽ, റൂഫി കൂടുതൽ. ആ, ഇവൾക്ക് വൈറ്റ് കൂടുതൽ. അത് ഓടണോക്ക്. അയ്യ മൊമോന് പേടിയാണോ പപ്പിനെ? ശരി ശരി, അത് ഓട്. അത് അവിടെ ഒരാള് നിന്റെ ട്രൗസർ നോക്കി വരും. എല്ല് അത് എപ്പോഴും കൊടുക്കണ്ടോടാ. ഉണ്ടോ? അങ്ങനെ ഡേ 9 ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഞാനില്ലേ ശനിയാഴ്ച ഞായറാഴ്ചയും വീഡിയോയില് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സുഖി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഇങ്ങനെ എന്തോ ചെയ്യാൻ പറ്റില്ല പറയുന്നത്, എന്താ പറയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞില്ല, അത് സസ്പെൻസാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർപ്രൈസാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യമാണ് ഇന്ന് ഞങ്ങൾ ചെയ്തത്. റീൽ ഷൂട്ടായിരുന്നു, വേറെ ഒന്നുമല്ല. ഞങ്ങൾ ഒരു 2-3 ദിവസമായിട്ട് വീക്കെൻഡ് മുതൽ പ്ലാൻ ചെയ്യായിരുന്നു. പക്ഷെ സമയമില്ലാതെ തിരക്കായിട്ട്. താങ്ക് യു. അപ്പോ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല. അവള് ഫ്രീ ആവുമ്പോ ഞാൻ ഫ്രീ ആവില്ല. അവള് എന്നിട്ട് പാവ എത്ര പ്രാവശ്യം ചോദിക്കുന്നറിയാം, ഫ്രീ ആണ്. അവൾ എഫേർട്ട് ഇട്ട് എന്നെ പഠിപ്പിച്ച് എന്നെ കളിപ്പിച്ച് ഞങ്ങൾ അങ്ങനെ റീൽ എടുത്തു. ഫൈനലി ഇന്നെടുക്കാൻ വേറെ റീസൺ ഉണ്ട്. ഇന്ന് നൈറ്റ് അവള് നാട്ടിൽ പോയി. അപ്പോൾ അവള് നാട്ടിൽ പോകുന്ന പറഞ്ഞപ്പോൾ എനിക്കൊരു ചൂടായിട്ട്. അപ്പൊ ഞാൻ അയ്യോ ഇനിയിപ്പോൾ എപ്പോൾ വരും, ഇനിയിപ്പോൾ എപ്പോൾ കാണും, എപ്പോൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നമുക്ക് ഇന്ന് രാവിലെ ചെയ്യാൻ പറഞ്ഞു. ഇന്ന് ജിമ്മ് വരെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഷൂട്ടിങ്ങിന് പോയി ഇവിടെ. പിന്നെ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ടുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഓഫീസിൽ പോയി, വർക്കിന്, സ്റ്റുഡൻസ് സ്കൂളിൽ പോയി, അങ്ങനെയൊക്കെ ആയി. കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയും ബാൽക്കണിയിൽ നിന്ന് നോക്കി. പിന്നെ നമുക്ക് തൊലിക്കട്ടി കുറച്ച് കൂടുതലായതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല, ഞങ്ങൾ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയാൻ പോവാണ്. മൊമോനായിട്ട് വാക്കിംഗ് ഒക്കെ പോയി വന്ന് കൊക്കോനൊക്കെ കണ്ട്. ഇനി നാളത്തേക്ക് ഇന്നൊന്നും ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ആക്കണില്ല. കാരണം നാളെ ബ്രെഡ്, എഗ്, അവക്കാഡോ, മഷ്റൂം ഒക്കെയാണ്. പിന്നെ ഇന്ന് വെള്ളം സോക്ക് ചെയ്യണം. ഇന്ന് ഞാൻ സോക്ക് ചെയ്യാൻ പോണത് ഇതാണ്, റേസിൻസ്, ബ്ലാക്ക് റേസിൻസ്. ഇതിൽ 2 റേസിൻസും മിക്സ് ആണ്. പക്ഷെ ഞാൻ 2 ഇടാറില്ല ആക്ച്വലി. മറ്റേത് നമുക്ക് ബിരിയാണിക്ക് ഇതിനൊക്കെ ഇടാം. ഈ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് കുടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ബ്ലാക്ക് റേസിൻസ് ആണ്. അതൊരു വലിയ ഗ്ലാസ് അല്ലേ വെള്ളം, അപ്പോൾ ഒരു 5, 6, 4, ഒരു 10 ഇട്ടുണ്ട്. ഇതിനെ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് നാളെ എടുത്ത് കുടിക്കാം. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ഇന്ന് വർക്കൊന്നും അത്ര ഭയങ്കര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ പോണു. ശരി, ഇനി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ്, സപ്പോർട്ടേഴ്സ്. സുഖി പിന്നെ നമ്പറും കാണിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പോവാണ്. ഇനി നമുക്ക് നാളെ കാണാം. Till then, tata, bye bye. Virtual hugs, good night, stay happy, stay healthy, take care, bye bye.